റിപ്പോർട്ടർ ടിവിക്കെതിരായ യൂത്ത് കോൺഗ്രസ് അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. സത്യം പുറത്തു കൊണ്ടുവന്നാൽ ആക്രമണം നടത്തുന്നതാണ് യൂത്ത് കോൺഗ്രസ് രീതിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. പഴമുറം കൊണ്ട് സൂര്യനെ തടുക്കാൻ കഴിയില്ല എന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും യൂത്ത് കോൺഗ്രസിന്റെ നടപടി കാടത്തമാണെന്ന ബിനോയ് വിശ്വവും പറഞ്ഞു. ആക്രമണത്തെ സംസ്കാരശൂന്യമായ നടപടിയെന്ന് പത്രപ്രവർത്തക യൂണിയൻ വിശേഷിപ്പിച്ചു. മാധ്യമങ്ങളോടുള്ള സമീപനത്തിനകത്ത് ഏതൊരു കാര്യം ഒരു മാധ്യമം പറഞ്ഞാൽ ആ മാധ്യമത്തെ ആക്രമിച്ചിട്ട് ഭീഷണിപ്പെടുത്തി പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പഴമുറം കൊണ്ട് സൂര്യനെ തടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ വാർത്തകൾ എവിടുന്നേലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനൊന്നും തടഞ്ഞു വെക്കാൻ പറ്റില്ല. കോൺഗ്രസിന്റെ സ്ഥിരം രീതിയാണ് സത്യം പുറത്തു വരുന്നവർക്കെതിരെ ആക്രമണം നടത്തുക എന്നത്. ആക്രമണം എന്ന് വെച്ചാൽ ഒരു മര്യാദയുമില്ലാത്ത ഒരു നിലവാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുകയാണ്. ഇത് പറഞ്ഞു വിലക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺഗ്രസ് നേതാവുമില്ല. ഭാരതത്തിൽ മാധ്യമ സ്വാതന്ത്ര്യമില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം ഈ ഭാരതത്തിലുടനീളം സംസാരിച്ചുകൊണ്ടും ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഇവിടെ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ്? തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന എല്ലാവരെയും വകവരുത്തുക, അവരെല്ലാം ഉന്മൂലനാശം വരുത്തുക തുടങ്ങിയിട്ടുള്ള പൗരസ്വാതന്ത്ര്യത്തിൻ്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെയും നേരെ നടക്കുന്ന ഒരു കടന്നാക്രമണമാണിത്. സായ്കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സായ്കുമാർ, റിപ്പോർട്ടറിനെതിരായ സംഘടിത ആക്രമണങ്ങളിൽ, വ്യാജ പ്രചാരണങ്ങളിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. കോൺഗ്രസിലെ ചില നേതാക്കൾ ഒഴിച്ചു നിർത്തിയാൽ കേരളത്തിലെ രാഷ്ട്രീയ കേരളം ഇതിനെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? തീർച്ചയായും വിനീഷ്, അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് രാഷ്ട്രീയ കേരളം റിപ്പോർട്ടർ ടിവിക്കെതിരായ യൂത്ത് കോൺഗ്രസിന്റെ ഈ ആക്രമണത്തിനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വിനീഷ് സൂചിപ്പിച്ചതുപോലെ കാര്യമായിട്ടുള്ള ഒരു പ്രതികരണമോ അല്ലെങ്കിൽ അവരുടെ യുവ നേതാക്കൾ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തിനെതിരെ ഒരു വിമർശനവും ഉണ്ടായിട്ടില്ല. പക്ഷേ മന്ത്രിമാരടക്കമുള്ള CPIM നേതാക്കളാകട്ടെ, CPI നേതാക്കളാകട്ടെ, BJP നേതാക്കളാകട്ടെ എല്ലാവരും ഒരേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഈ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി അടക്കം രാവിലെ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമുക്ക് പ്രതികരണം തന്നതാണ്. കലാപമുണ്ടാക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന്, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ അതിഗുരുതരമായ വെളിപ്പെടുത്തൽ നിർഭയം റിപ്പോർട്ട് ചെയ്തതിന്റെ ഒരു ദേഷ്യം തീർക്കലാണ്. അതിലൂടെ ഒരു കലാപമുണ്ടാക്കിയ വാർത്തകളെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ്കാർ നടത്തുന്നത് എന്നാണ് പ്രധാനമായും ഉയർന്ന വിമർശനം. അതോടൊപ്പം ആക്രമിച്ചും ഭീഷണിപ്പെടുത്തിയും വാർത്തകളെ പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു. അതോടൊപ്പം ജനാധിപത്യത്തിന്റെ അടിവേരിനെ തകർക്കുന്നതാണ് മാധ്യമങ്ങൾക്കെതിരായ ആക്രമണം. കോൺഗ്രസിന്റെ പാരമ്പര്യം തന്നെ അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങളുടെ വാമൂടിക്കെട്ടിയിട്ടുള്ള ഒരു പാരമ്പര്യമുള്ള കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ആ ശൈലി തുടരുന്നുണ്ട് എന്നുള്ള വിമർശനവും പല നേതാക്കളും എടുത്തു. പത്രപ്രവർത്തക യൂണിയനും അതിശക്തമായ ഭാഷയിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണത്തെ അപലപിക്കുന്നുണ്ട്. സംസ്കാരശൂന്യമായ ഒരു നടപടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവരെ തള്ളിപ്പറയാൻ പാർട്ടി നേതൃത്വം തയ്യാറാകണം, അവരെ കൊണ്ട് തിരുത്തിപ്പിക്കണം. ഇത്തരം പാതകളിലേക്ക് അല്ലെങ്കിൽ ഒരു തൊഴിലിടത്തിലേക്ക് ഈ രീതിയിലുള്ള ആക്രമണം സംഘടിപ്പിക്കുന്നതിനെ അംഗീകരിക്കാനാവില്ല. അതിനെ ഒറ്റക്കെട്ടായി എതിർക്കണം. പാർട്ടി നേതൃത്വം മുന്നോട്ട് വരണം എന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ പറഞ്ഞത്. അതോടൊപ്പം CPMന്റെ തൃശൂർ ജില്ലാ നേതൃത്വവും അതിശക്തമായ ഭാഷയിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നടപടിയെ വിമർശിക്കുന്നുണ്ട്. BJP നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ള നേതാക്കളും ഈ രീതിയിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്നും 100 നാവിൽ സംസാരിക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് ഇതിൽ കൃത്യമായ നിലപാട് പറയുന്നില്ല എന്നുള്ള ചോദ്യം BJP അടക്കം ഈ വിഷയത്തിൽ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. AYF, DYFI അടക്കമുള്ള യുവജന സംഘടനകളും അതിശക്തമായ ഭാഷയിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നടപടിയെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ കേരളീയ പൊതുസമൂഹം തന്നെ വലിയ വിമർശനവും രോഷവും യൂത്ത് കോൺഗ്രസിന്റെ നടപടിയിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട് വിനീഷ്. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ ഒരു മൗനം അതൊരു പ്രശ്നം തന്നെയാണല്ലോ. തീർച്ചയായും വിനീഷ്, കോൺഗ്രസ് നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു നിലപാട് പറയുന്നില്ല. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ എന്ന് എപ്പോഴും അവകാശപ്പെടുന്ന കോൺഗ്രസ് നേതാക്കളാകട്ടെ അവരുടെ കൺമുന്നിൽ ഇത്ര വലിയൊരു ആക്രമണം നടന്നിട്ടും അവരുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആക്രമണത്തിൽ പ്രതികളായിട്ടും ഇപ്പോൾ FIR വരുമ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകളടക്കമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. അതിഗുരുതരമായ ഒരു കുറ്റകൃത്യം നടന്നിട്ടും അതിൽ മൗനം പാലിക്കുകയാണ്. അവർക്കിടയിൽ ഇതിനെതിരെ നമ്മൾ ഈ വാർത്തകൾ കൊണ്ടുവന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത അവരുടെ വനിതാ നേതാക്കളെ അടക്കം സൈബർ ഇടങ്ങളിൽ അതിനിശ്ചിതമായി വിമർശിക്കുകയും അധിക്ഷേപം നടത്തുകയും ചെയ്തതും ഇതേ ആളുകൾ തന്നെയാണ്. അവർക്കെതിരെ പോലും ഒരു കർശനമായിട്ടുള്ള നടപടിയിലേക്ക് ആ നേതൃത്വം പോയിട്ടില്ല. ഇപ്പോൾ അതിൽ വാർത്ത കൊടുത്തു എന്നതിൻ്റെ പേരിലാണ് നമ്മുടെ ഓഫീസ് ആക്രമിക്കുകയും വാർത്താ സംഘത്തിന് നേരെ അസഭ്യവർഷവും തടയുന്നതടക്കമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴൊന്നും അതിലൊന്നും ഒരു പ്രതികരണവും നടത്താതെ ഒരു മൗനസമ്മതം നേതൃത്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടോ എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഈ അക്രമിക്കൂട്ടത്തെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം. അത് ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് വിനീഷ്. ശരി, സായ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.